ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാരിന് തുടർഭരണം കിട്ടി എന്ന് മാത്രമല്ല ആദ്യം വന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകളും കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യ ഗവൺമെന്റിന്റെ പ്രകടനം ജനങ്ങൾ വിലയിരുത്തിയതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അങ്ങനെ ഒരു ജനവിധി ഉണ്ടാവുക. ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും തമ്മിൽ നിരന്തരമായി താരതമ്യം ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു താരതമ്യത്തിന് അർത്ഥമുണ്ടോ? താരതമ്യം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒന്നാം പിണറായി സർക്കാർ തുടങ്ങി വെച്ചത് പൂർത്തിയാക്കുകയും കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് രണ്ടാം പിണറായി സർക്കാർ. കഴിഞ്ഞ സർക്കാരിൽ ഒന്നാം പിണറായി സർക്കാരിൽ CPM-ന്റെ സീനിയർ ആയിട്ടുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എന്നുള്ള നിലയിലാണെങ്കിലും അല്ല മുമ്പ് ഭരണപരിചയം എന്നുള്ള നിലയിലാണെങ്കിലും സീനിയർ ആയിട്ടുള്ള അംഗങ്ങളായിരുന്നു ക്യാബിനറ്റ് ഉണ്ടായിരുന്നത്. ഇത്തവണ അതുമായി താരതമ്യം ചെയ്താൽ അത്ര സീനിയർ ആയിട്ടുള്ള ആളുകളല്ല, കുറച്ചുകൂടി ഫ്രഷേഴ്സാണ്, പുതുമുഖങ്ങളാണ്. അപ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അത്രയും ഭരണപാഠവും രണ്ടാം പിണറായി സർക്കാർ കാണിച്ചില്ല എന്നൊക്കെ കാണുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വിമർശിക്കുന്ന ആളുകളുണ്ട്. ശരിയാണോ? അത് ശരിയല്ല എന്ന് എൻ്റെ അഭിപ്രായം. ഇപ്പം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രായം കൊണ്ട് ഞങ്ങൾ സീനിയറാണ്, അല്ലെങ്കിൽ പാർട്ടിക്കകത്തെ പ്രവർത്തന പരിചയം കൊണ്ട് എത്രയോ കാലമായിട്ട് പാർട്ടി പ്രവർത്തനവും ബഹുജന സംഘടനകളുടെ പ്രവർത്തനം എല്ലാം നടത്തുന്നവരായിരുന്നു ഞങ്ങൾ. അതിൻ്റെ സീനിയോറിറ്റി ഉണ്ട്. പക്ഷെ ഞങ്ങൾ മന്ത്രിസഭയിൽ ഫ്രഷാണ്, ആദ്യമായിട്ട് വന്നു. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കഴിഞ്ഞ തവണ മന്ത്രിയായത്. മൂന്നാം സർക്കാർ വരും എന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ, അതിനെ നമ്മൾ മൂന്നാം പിണറായി സർക്കാർ എന്ന് തന്നെ വിശേഷിപ്പിക്കണോ? എന്ത് വിശേഷിച്ചാലും കുഴപ്പമില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഈ ആരാണ് എന്താണ് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് അവസാനമാണ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ് അത്തരം സ്ഥാനങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്, ആര് മന്ത്രിമാരാകും, ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ളതൊക്കെ. പക്ഷേ പിണറായി സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് സർക്കാരുകളെയും വളരെ നന്നായിട്ട് നയിച്ചിട്ടുള്ളൊരു നേതാവാണ്. മാത്രമല്ല എന്തെല്ലാം ആക്രമണങ്ങൾ ഉണ്ടായിട്ടും അതിനെ തെല്ലും വകവെക്കാതെ ഒറ്റ ലക്ഷ്യം, കേരളത്തെ ഒരു ആധുനിക കേരളമായി മാറ്റണം, കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞത് പിണറായി വിജയനായിരിക്കും ക്യാമ്പയിൻ നയിക്കുക എന്നുള്ളതാണ്. അതായത് അടുത്ത തെരഞ്ഞെടുപ്പിനെ നയിക്കുക, LDF-നെ നയിക്കുക, അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനായിരിക്കും. അതെ, ബാക്കി കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ടാണ്. അത് പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പർക്കും ജനറൽ സെക്രട്ടറിക്കും പാർട്ടി ബ്രാഞ്ച് അംഗത്തിനും എല്ലാം പറയാനുള്ളത് ഒരു ഉത്തരമായിരിക്കും. കാരണം ഞങ്ങളുടെ പാർട്ടി അങ്ങനെയാണ്. ഇന്ന ആളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു തെരഞ്ഞെടുപ്പിനും അങ്ങനെയില്ല, അങ്ങനെ ഞങ്ങൾ ചെയ്യാറില്ല.